വെച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, അപായ മുന്നറിയിപ്പ്, വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ എന്നുള്ളതാണ്. വലാ യുകല്ലിമുഹും, അവരോട് സംസാരിക്കുകയുമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നുള്ളതാണ്. ഈ പ്രയോഗം അറിയിക്കുന്നത് ഇത്തരം അന്യായങ്ങൾ ചെയ്തവർ, അല്ലെങ്കിൽ ഈ അന്യായം ചെയ്തവർ, അള്ളാഹു അവതരിപ്പിച്ചതിനെ പൂഴ്ത്തുകയും തുച്ഛമായത് പകരം കൊള്ളുകയും ചെയ്ത ആളുകൾ, അവരുടെ വിഷയത്തിലെ രണ്ടാമത്തെ പ്രസ്താവനയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത്തരക്കാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സംസാരിക്കുകയേ ഇല്ല എന്നുള്ളതാണ്. ഈ സംസാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തീരെ സംസാരിക്കുകയില്ല എന്നുള്ളതാണോ, അതല്ല ചില നിർണിത സംസാരങ്ങൾ അവർക്ക് നേരെ ഇല്ല എന്നുള്ളതാണോ? ചില തഫ്സീറുകളിൽ കാണാം മുത്തലഖുൽ കലാം ഇവിടെ ഉദ്ദേശമല്ല, തീരെ സംസാരിക്കുക എന്നുള്ളത് ഉദ്ദേശമല്ല. പിന്നെയോ ചില നിർണിത സംസാരങ്ങൾ, അൽ കലാമുൽ മുത്തലഖ്, അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ്. കാരണം പാപികളോട് മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. താങ്കളുടെ റബ്ബാണ് സത്യം, അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, റസൂലുമാർ നിയോഗിക്കപ്പെട്ടവർ, അവരോടൊക്കെ നാം ചോദിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അതേപോലെ നരകത്തിൽ തള്ളപ്പെട്ടവർ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ, അള്ളാഹു പറയില്ലേ നരകത്തിയിൽ നിങ്ങൾ പതിതരായി നിന്ദ്യരായി കഴിയുക, എന്നോട് സംസാരിക്കരുത് എന്ന്. അപ്പോൾ മുത്തലഖുൽ കലാം തീരെ സംസാരിക്കുകയില്ല എന്നുള്ളതല്ല, പ്രത്യുത ചില സംസാരങ്ങൾ അത് ഇവരോടുണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ആ സംസാരം? ലാ യുകല്ലിമുഹും തക്ലീമരീദൻ, തൃപ്തിയോടുകൂടിയുള്ള അള്ളാൻ്റെ സംസാരം അത് ഇവർക്ക് നേരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലാ യുകല്ലിമുഹും കലാമ ഖൈരിൻ വ ഇഖ്ബാലിൻ വ തഹിയ്യത്തിൻ, നല്ല രീതിയിലുള്ള സ്വാഗതമോദിയുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള സംസാരം അത് ഇവർക്ക് നേരെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംസാരിക്കുന്നവർ അന്ത്യനാളിലുണ്ട്. അഭിവാദ്യം അർപ്പിച്ച് സ്വാഗതമോദി സ്വീകരിച്ച് നന്മകൾ നേർന്ന് സംസാരിക്കുന്നവർ അന്ത്യനാളിലുണ്ട്. അവർ വിശ്വാസികളാണ്, അവർ സത്യസന്ധരാണ്, അവർ സന്മാർഗികളാണ്, അവർ പരിഗണിക്കപ്പെടും. എന്നാൽ ഇക്കൂട്ടർ വിഗണിക്കപ്പെടും. ഇതാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗാർഹർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാർഹരോട് ചോദിക്കുമെന്നാണ്. തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ തരാൻ, സ്വർഗീയ സുഖങ്ങൾ തരാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ സ്വർഗാർഹർ അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്നത വ തുനജ്ജിന മിനന്നാർ എന്ന് അള്ളാഹുവിനോട് പറയുമെന്നാണ്. ഞങ്ങളുടെ മുഖം നീ വെളുപ്പിച്ചില്ലേ, പ്രസന്നമാക്കിയില്ലേ, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് ചോദിക്കുന്നത്, സ്വർഗവാസികൾ പ്രതികരിക്കുന്നത് ചില നിവേദനങ്ങളിൽ കാണാം. യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ. അപ്പോൾ സ്വർഗവാസികൾ ലബ്ബൈക റബ്ബന വസഅദൈക്, അള്ളാഹിനോട് പ്രതികരിക്കുകയാണ്, അള്ളാഹ്ക്ക് ഉത്തരം നൽകുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൽ റദീതും, നിങ്ങൾ പ്രീതിപ്പെട്ടോ, തൃപ്തിപ്പെട്ടോ? അപ്പോൾ സ്വർഗവാസികൾ വമാ ലന ലാ നർദ വഖദ് അഅതൈതന മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, ഞങ്ങളെങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും, നിൻ്റെ പടപ്പുകളിൽ ആർക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് കനിഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അന ഉഅതീകും അഫ്ദല മിൻ ദാലിക്, എന്നാൽ നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ശ്രേഷ്ഠമായത്, ഉത്തമമായത് ഞാനിതാ നിങ്ങൾക്ക് കനിയുന്നു, തരുന്നു എന്ന് പറയും. അപ്പോൾ സ്വർഗവാസികൾ യാ റബ്ബ് വ അയ്യു ഷൈഇൻ അഫ്ദലു മിൻ ദാലിക്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ, എൻ്റെ തൃപ്തി ഞാനിതാ നിങ്ങളിൽ അവതരിപ്പിക്കുന്നു, ഇതിനപ്പുറം ഒരിക്കലും എൻ്റെ കോപം നിങ്ങൾക്ക് നേരെ ഉണ്ടാവുകയില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നന്മയുടെ വർത്തമാനങ്ങൾ പറയുന്നവർ, അതേപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൻ്റെ സലാം മുതൽ
ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സംസാരം പരലോകത്ത് ചിലർക്ക് നേരെ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള സംസാരങ്ങൾ പലതുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നേരെ. എന്നാൽ ഇക്കൂട്ടർ ആ ഗണത്തിൽപ്പെടുന്നവരല്ല. ഇവർ കൊടിയ കുറ്റം പേറിയവരാണ്, വലിയ തിന്മ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് അള്ളാഹു സംസാരിക്കുമ്പോൾ ഇവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അவ்விധമുള്ള സംസാരം നടത്തുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ള നന്മയുടെയും സ്വീകരണത്തിൻ്റെയും തൃപ്തിയുടെയും സംസാരം അതാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒപ്പം ഒരാളോട് സംസാരം വെടിയൽ എപ്പോഴാണ്? ഞാൻ നിന്നോട് ഇനി മിണ്ടൂല്ല എന്ന് പറയൽ എപ്പോഴാണ്? അയാളോട് അരിശം മൂക്കുമ്പോഴാണ്, ദേഷ്യം കഠിനമാകുമ്പോഴാണ്. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ, ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ചു. ലാ തംനഉ അന്നിസാഅ മിനൽ ഖുറൂജി ഇലൽ മസാജിദി ബില്ലൈൽ, രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് പോകുന്നത് നിങ്ങൾ തടുക്കരുതേ എന്ന്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഒരു മകൻ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുൻ, അള്ളാഹു ആണ് ഞങ്ങൾ സ്ത്രീകളെ തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഹദീസിൽ കാണാം, ഫഗദിബ അബ്ദുല്ലാ ഖദബൻ ഷദീദൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അതിശക്തമായി കോപിച്ചു, ദേഷ്യപ്പെട്ടു. അങ്ങനെ ഫഅഖ്ബല അലൈഹി, ആ മകന് നേരെ ചെന്നു. ഫലതമ സദ്റഹു, നെഞ്ചിൽ അടിച്ചു. വസബ്ബഹു സബ്ബൻ ഷയ്യൻ, നന്നായി ശകാരിച്ചു. എന്നിട്ട് ആ ഹദീസിൽ അതിൻ്റെ സംഭവത്തിൻ്റെ അവസാനത്തിൽ കാണാം, ഫമാ കല്ലമഹു അബ്ദുല്ലാ ഹത്താ മാത എന്നാണ്. ആ മകൻ മരിക്കുന്നത് വരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ മകനോട് സംസാരിച്ചിട്ടില്ല എന്ന്. അവിടെ സംസാരിച്ചില്ല. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതിലുള്ള ദേഷ്യം കാരണത്താൽ. അബ്ദുല്ലാ ഇബ്നു മുഗഫൽ അൽ മുസനി ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ കല്ല് മുടിച്ചെറിയുന്നത് കണ്ട്, ഇങ്ങനെ കല്ല് വിരലിനിടയിൽ ചെറുവിരലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുടിച്ചെറിയുക, അതിനാണ് ഖദ്ഫ് എന്ന അറബി ഭാഷയിൽ പറയാം. അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് അലക്ഷ്യമായി ചെല്ലും, എന്നിട്ട് ആളുകളുടെ മേത്ത് കൊള്ളും, പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കിയിട്ടുണ്ട്. ഈ വ്യക്തി ഇങ്ങനെ എറിയുന്നത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ അൽ മുസനി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഖദ്ഫ് വിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യഖ്തുലു സ്വൈദ് വലാ യൻകഉൽ അദു, ഒരു വേട്ടമൃഗത്തെ കൊല്ലാനോ അല്ലെങ്കിൽ യുദ്ധമാണെങ്കിൽ ഒരു ശത്രുവിനെ ഹനിക്കാനോ പര്യാപ്തമല്ല ഇങ്ങനെ വിരലുകൾക്കിടയിൽ കല്ല് വെച്ച് എറിയുക എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഉണ്ടാകുക? വൈനഹു യഫ്ഖഉൽ ഐൻ വയക്സുറു സിൻ, മനുഷ്യന്മാരുടെ കണ്ണ് പോക്കും, മനുഷ്യന്മാരുടെ പല്ല് തകർക്കും, പൊട്ടിക്കും. അതേ അതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതേ അതുകൊണ്ട് സംഭവിക്കൂ. അതുകൊണ്ട് ഇങ്ങനെ എറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്ന് അബ്ദുല്ലാ അൽ മുസനി ഈ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ഈ വ്യക്തി അതിന് മൈൻഡാക്കാതെ പിന്നെയും ഇങ്ങനെ എറിയാൻ തുടങ്ങി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ അൽ മുസനി ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അനിൽ ഖദ്ഫ് വ അൻത തഖ്ദിഫ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ്ഫ് വിരോധിച്ചു എന്ന് ഞാൻ നിന്നോട് പറയാം, എന്നിട്ട് വീണ്ടും അന്നക തഖ്ദിഫ്, നീ ഇങ്ങനെ മുടിച്ച് എറിയുകയാണോ? ലാ ഉകല്ലിമുക അബദൻ, ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടൂല്ല എന്ന് പറഞ്ഞു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ അൽ മുസനിയുടെ ഒരു ബന്ധുവായിരുന്നു എന്നാണ്. ഞാനും നീയും ഇനി ഒരു വീട്ടിൽ അന്തി ഉറങ്ങൂല, ഒരു മേൽക്കൂരക്ക് കീഴിൽ അന്തി ഉറങ്ങൂല, നിൻ്റെ ജനാസയിൽ ഞാൻ സംബന്ധിക്കൂല, ഒരിക്കൽ ഞാൻ നിന്നോട് മിണ്ടൂല്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഹദീസിൽ കാണാം. ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് എന്തേ മിണ്ടൂല്ല, എന്തേ മിണ്ടാതിരുന്നത്? അദ്ദേഹത്തിനുള്ള ദേഷ്യമാണത് അറിയിക്കുന്നത്, ചെയ്ത തെറ്റിൻ്റെ വിഷയത്തിലുള്ള കോപമാണ് അറിയിക്കുന്നത്. അതാണ് ഇവിടെയും വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ ചെയ്ത അപരാധം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് തികഞ്ഞ കോപത്തിലായിരിക്കും. അതിനാൽ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മിണ്ടൂല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുന്നത്.